എല്ലാവർക്കും ഓറഞ്ച് പീലിൻ്റെ കുക്കിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല മാങ്ങയും കൊടംപുളിയും ഒക്കെ ഇട്ട് വെച്ച നല്ല അടിപൊളി തൃശ്ശൂർ മീൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. 1/2 കിലോ തിലാപ്പിയ മീനാണ് ഞാൻ ഈ കറി വയ്ക്കാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മാങ്ങയുടെ ഒരു സൈഡ് നീളത്തിലരിഞ്ഞത്, കൊടംപുളി ഒരെണ്ണം, ഒരു പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചത്, അതുപോലെ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും നീളത്തിനരിഞ്ഞതും, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഒന്നാം പാല് ഏകദേശം 1.5 കപ്പ്, രണ്ടാം പാല് 2 കപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാം. അപ്പം ആദ്യം ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക, അതിലേക്ക് വട്ടനരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളികൾ ഇട്ട് കൊടുക്കുക, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. നീളത്തിലരിഞ്ഞ ചെറിയ ഉള്ളി നമ്മൾ ഈ കറി കാച്ചാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കൊടംപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ വെള്ളത്തോടൊപ്പം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കൊടംപുളിക്ക് നന്നായി കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ പുളി അനുസരിച്ചിട്ട്, ഇപ്പോൾ നല്ല പുളിയുള്ള കൊടംപുളിക്കാണെങ്കിൽ 1 എണ്ണം ഇട്ടാൽ മതി, പുളി കുറവാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങയും ഇല്ല കൊടംപുളിയും ഇല്ല എങ്കിൽ നമ്മുടെ കോൽപ്പുള്ളി ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് നേരം, എന്നിട്ട് അത് പിഴിഞ്ഞ് ആ വെള്ളം എടുത്തിട്ടും ഈ കറി വെക്കാം. ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കറി വെക്കാൻ പോകുന്ന ചട്ടിയിൽ തന്നെയാണ് ഇതൊക്കെ മാരിനേറ്റ് ചെയ്യുന്നത്. വേറൊരു പാത്രത്തിൽ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കതിൽ തന്നെ മാരിനേറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുത്ത് മെല്ലെ മാരിനേറ്റ് ചെയ്യാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കുക. ഇപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഉപ്പും പുളിയൊക്കെ ഇതിൽ പിടിച്ചു കിട്ടും. ഇനി അത് കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ 2ാം പാൽ അതിലേക്ക് ഒഴിക്കുക. 2ാം പാൽ ഒഴിച്ച് അടച്ചു വെച്ച് മീനും മാങ്ങയൊക്കെ വേവിച്ചെടുക്കുക. മുളയൊക്കെ വന്നിട്ടുണ്ട്, മാങ്ങയൊക്കെ വന്നിട്ടുണ്ട്, മീനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കറക്റ്റ് ഉപ്പും പുളിയും എരിവൊക്കെ കുറച്ച് എപ്പോഴും കൂടി നിൽക്കണം, എന്നാലാണ് 1ാം പാല് വെക്കുമ്പോൾ അത് കറക്റ്റ് അളവിലേക്ക് വരുള്ളൂ. ഞാൻ ഒന്ന് തുറന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2ാം പാലും 1ാം പാലൊന്നും ഇല്ല നിങ്ങളുടെ അതിൽ നാളികേരൊന്നും അധികം ഇല്ല എങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് അവസാനം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെയൊന്നും നമുക്ക് മീൻ കറി വെക്കാം. അതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കുക. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്. പിന്നെ ചെറിയൊരു തള വരുമ്പോഴേക്കും തന്നെ നമുക്കത് അടുപ്പൊന്ന് മാറ്റണം. പിന്നെ ചട്ടി ഓൾറെഡി ചൂടുണ്ടായിരിക്കും, ആ ചൂടുകൊണ്ട് തന്നെ കുറച്ചുകൂടി തള വന്നോളും. ഇനി നമുക്കത് കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളി മൂക്കാനുള്ള കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 പിടി ചുവന്നുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായി നീളനരിഞ്ഞത് ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്നായി കിട്ടാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് അതിൻ്റെ മേലൊന്ന് വിതറി കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ മഞ്ഞ കളർ താല്പര്യമില്ല കറിക്ക്, കുറച്ച് റെഡിഷ് കളറും കൂടി വേണമെങ്കിൽ ഇത് കാച്ചിനോടൊപ്പം കുറച്ച് മുളക് പൊടി അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കാച്ചാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് വെച്ച് നോക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന കറികളിൽ ഒന്നായി മാറും ഈ കറി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.